ഇസ്രായേലിന് വലിയ താല്പര്യമൊന്നുമില്ല. ഈ ഹമാസ് പറയുന്ന പലതും അവർ ഹോസ്റ്റേജസിനെ വിടാമെന്ന് പറയുന്നു. ഇസ്രായേലി ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഗാസയിൽ നിന്നും പിന്മാറണമെന്ന് പറയുന്നു. ഇതൊക്കെ അമേരിക്ക ഇസ്രായേലും തള്ളിക്കളഞ്ഞു. ഇവരുടെ വാദഗതികളൊക്കെ അമേരിക്ക ആദ്യം പറഞ്ഞിരുന്നു. അതായത് സ്റ്റീഫൻ വിറ്റ്കോഫ് അദ്ദേഹമാണ് ചർച്ച നടത്തിയത്. കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ആദ്യം ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുക, മുഴുവൻ ഹോസ്റ്റേജസിനെ. അതിനുശേഷമാണ് അവിടുന്ന് വിഡ്രോ ചെയ്യുന്ന കാര്യം തീരുമാനിക്കുന്നത്. ആദ്യം ഹോസ്റ്റേജസിൻ്റെ കാര്യം തീരുമാനിക്കുക. അത് ഹമാസ് തള്ളിയതോടുകൂടിയാണ് പ്രശ്നങ്ങൾ വീണ്ടും, അതായത് വളരെ സീരിയസ് ആയിട്ട് വീണ്ടും അവിടെ വാർ എസ്കലേറ്റ് ചെയ്തു. ഇപ്രാവശ്യം ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത്, അന്തർദേശീയ മീഡിയ, ഇസ്രായേൽ മീഡിയയും മറ്റുള്ള മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഏകദേശം 200-ലധികം ഹമാസിൻ്റെ തീവ്രവാദികളെ കൊല്ലപ്പെട്ടു എന്നാണ്. കാരണം ഇവർ എല്ലാവരും ഈ ടണലിൽ നിന്ന് പുറത്തു വന്നു. കാരണം സീസ് ഫയറാണ്, റംദാനാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവർ വലിയ ആഹ്ലാദങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. ഇവരുടെ ധാരണ ഇവരിത് കാണുന്നില്ലെന്നാണ് ഈ പറയുന്ന ഈ പൊട്ടന്മാരുടെ ധാരണ. അപ്പം ഇവരെവിടൊക്കെയാണ് പോകുന്നത്, എവിടൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത്, കൃത്യമായ സംഭവങ്ങൾ കിട്ടി. അതിൻ്റെ പേരിലാണ് കഴിഞ്ഞ രാത്രിയിൽ, ഏകദേശം രാത്രി ഇന്ത്യൻ ടൈമിൽ രാവിലെ 3 മണിക്ക് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. അതായത് അവർ താമസിച്ചുകൊണ്ടിരുന്ന ബിൽഡിങ്ങുകൾ അവിടെ വെച്ചാൽ കയറി അങ്ങ് അടിച്ചു. അത് ഹമാസ് തന്നെ പറഞ്ഞു അവരുടെ ഏകദേശം 200ഓളം പേര് കൊല്ലപ്പെട്ടു. അവർ പറയുന്നു കൂടുതലും സിവിലിയൻസ് ആണ്. പക്ഷേ സിവിലിയൻസ് അല്ല കൂടുതലും കൊല്ലപ്പെട്ടത് എന്ന് മറ്റുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഹമാസുകാർ തന്നെയാണ് കൊല്ലപ്പെട്ടത്.